സിദാൻ സിദാൻ അറിയാത്ത മറ്റൊരു റിയൽ മാഡ്രിഡ് ഫാൻസ് പോലുമില്ല. ഫുട്ബോൾ ലോകത്തിൽ സുപരിചിതനായ സിദാൻ ഇപ്പോൾ പരിശീലക കുപ്പായം അണിയുന്നില്ല. കാരണമെന്ന് വെച്ചാൽ താൻ കുറച്ച് ബ്രേക്കിലാണ് ഇപ്പോൾ പരിശീലക കുപ്പായത്തിൽ നിന്ന്. അപ്പോൾ ഇപ്പോൾ മാർക്ക് ചില കാര്യങ്ങൾ ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. റിയൽ മാഡ്രിഡിൽ നിന്ന് പുറത്തിറങ്ങിയ സിദാൻ ഇപ്പോൾ 1300 ദിവസമായി ഒരു കോച്ചിങ് കരിയർ നിർത്തിയിട്ട് 1300 ദിവസങ്ങളായി. കരിയർ മൊത്തത്തിൽ നിർത്തിയിട്ടില്ല. കോച്ചിങ് കുപ്പായം ഇപ്പോൾ അണിയാതിരുന്നിട്ടും 1300 ദിവസമായി. വെറും 52 വയസ്സ് മാത്രമുള്ള സിദാൻ റിയൽ മാഡ്രിഡിനെ മാത്രമേ പരിശീലിപ്പിച്ചിട്ടുള്ളൂ. 2021 വരെ പരിശീലിപ്പിച്ചു. അതായത് 2015 വന്ന സിദാൻ 2021 വരെ റിയൽ മാഡ്രിഡിനെ പരിശീലിപ്പിച്ചിട്ടുണ്ട്. പിന്നെ റിയൽ മാഡ്രിഡിന് വേണ്ടി അത് ഹാട്രിക് ചാമ്പ്യൻസ് ലീഗ് ടൈറ്റിൽ 2 വട്ടവും നേടാൻ സാധിച്ചു എന്നുള്ളതാണ്. അതുപോലെ തന്നെ ഇപ്പോൾ ഒരുപാട് ക്ലബ്സിൽ നിന്ന് ഓഫർ വന്ന സിദാൻ, അത് മാഞ്ചസ്റ്റർ യുണൈറ്റഡ്, പാരീസ് ജർമ്മൻ, ബയൺ മ്യൂണിക്ക്, അതിന് ഏറ്റവും വലിയ ഒരു സുപ്രധാന നല്ലൊരു ഓഫർ വന്നത് പാരീസ് ജർമ്മനാണ്. ഇപ്പോൾ മാർക്കും അതൊക്കെ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ 2 ഓഫേഴ്സ് വന്നാൽ മാത്രമേ സിദാൻ ഇനി തിരിച്ചു വരവുണ്ടുള്ളൂ മാനേജ്മെൻറ്റിൽ. കാര്യം 2 ക്ലബ്ബിൽ മാത്രമേ പരിശീലിപ്പിക്കൂ. ഒന്ന് ഫ്രാൻസ് ദേശീയ ടീമിൽ പരിശീലിപ്പിക്കാനുള്ള ആഗ്രഹമുണ്ട് സിദാൻ. അതുപോലെ തന്നെ റിയൽ മാഡ്രിഡിനെ തിരിച്ചു വിളിച്ചാൽ പോകും സിദാൻ വീണ്ടും അപ്പോൾ 2 സ്ഥലത്ത് മാത്രമേ ഇനി പരിശീലിപ്പിക്കത്തുള്ളൂ എന്നാണ് സിദാൻ്റെ മൈൻഡിലുള്ളത് എന്നാണ് മാർക്ക് റിപ്പോർട്ട് ചെയ്യുന്നത്. എന്തായാലും സിദാൻ്റെ തിരിച്ചു വരവിന് ഒരുപാട് ആരാധകർ കാത്തിരിക്കുകയാണ്. മികച്ചൊരു കോച്ചായിരുന്നു പഴയ. 2021 പടിയിറങ്ങിയ സിദാൻ പിന്നെ എല്ലാ ക്ലബിൻ്റെ ഓഫറും നിരസിക്കുകയായിരുന്നു ചെയ്തത്. പാരീസ് സെന്റ് ജർമ്മൻ, അതുപോലെ യുണൈറ്റഡ്, ബയൺ മ്യൂണിക്ക്, ഇത്രയും ക്ലബിൻ്റെ ഓഫേഴ്സാണ് സിദാൻ നിരസിച്ചത്. തൻ്റെ നാഷണൽ ടീമിലും കൂടി പരിശീലിപ്പിക്കാൻ, അതുപോലെ തൻ്റെ പഴയ ക്ലബ്ബായ റിയൽ മാഡ്രിഡും കൂടി പരിശീലിപ്പിക്കാനാണ് സിദാൻ ആഗ്രഹം എന്ന് മാർക്ക് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്.